ശ്രീ കെ എം ഷാജഹാൻ, കെ ടി ജലീലിന്റെ മതവിധി പ്രസ്താവനയ്ക്ക് CPM പിന്തുണ വന്നിരിക്കുകയാണ്. അതായത് ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ഒരു സമുദായത്തെ ചേർത്ത് കെട്ടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ MV ഗോവിന്ദൻ, എന്നാൽ മതപരമായ ഇടപെടൽ ഇക്കാര്യത്തിൽ നല്ലതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ MV ഗോവിന്ദന്റെ CPMന്റെ നയം ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? അല്ല, ഇത് ഈ കള്ളക്കടത്തുമായി ഒരു സമുദായത്തെ കൂട്ടിച്ചേർക്കണ്ടെന്ന് പറയുകയും മതപരമായ ഇടപെടൽ നല്ലതാണെന്ന് പറയുന്നതിനകത്ത് തന്നെ ഒരു വൈരുദ്ധ്യം കിടപ്പുണ്ട്. അതായത് എന്താണ് കെ ടി ജലീൽ പറഞ്ഞത്? കെ ടി ജലീൽ പറഞ്ഞത് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി പിടിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം പേരും മുസ്ലിം നാമധാരികളാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അയാൾ പറഞ്ഞത് എന്താണ്? ഈ കള്ളക്കടത്തും ഹവാലയൊന്നും മതനിഷിദ്ധമല്ല എന്ന് മുസ്ലിങ്ങൾ ചിന്തിക്കുന്നു. അത് രണ്ട്. മൂന്നാമതായിട്ട് അയാൾ പറഞ്ഞത് ഈ കള്ളക്കടത്തും ഈ ഹവാലയൊന്നും മതനിഷിദ്ധമല്ല എന്ന് മുസ്ലിം എന്താണ് ഖാസിമാർ പറയണം. ഇതാണല്ലോ അയാൾ പറഞ്ഞത്. ഇന്നിപ്പോ ഗോവിന്ദൻ പറയുന്നത് എന്താണ്? മുസ്ലിം സമുദായത്തിലുള്ളവരെ ഇതിനോടൊപ്പം കൂട്ടിക്കെട്ടണ്ട എന്ന് പറയുകയും അതോടൊപ്പം തന്നെ മത ഇടപെടൽ നല്ലതാണെന്ന് പറയുന്നതും രണ്ടും ഏറ്റവും വലിയ വൈരുദ്ധ്യമാണ്. കാരണം മുസ്ലിം സമുദായത്തിലുള്ളവരെ കൂടുതൽ ഇത് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ മതപരമായ ഇടപെടൽ വേണം എന്ന് ജലീൽ പറയുന്നത്. അപ്പം ഗോവിന്ദൻ മുസ്ലിങ്ങളെ കൂട്ടിക്കെട്ടണ്ടെന്ന് പറയുകയും മതപരമായ ഇടപെടൽ വേണം എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. അത് ഒന്നാമത്തെ കാര്യം. അത് ഇരട്ടത്താപ്പാണെന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മതപരമായിട്ടുള്ള ഇടപെടൽ ആണ് നല്ലത് എന്ന് ഗോവിന്ദൻ പറയുമ്പോൾ ഗോവിന്ദൻ ഇവിടെ മുന്നോട്ട് വെക്കുന്നത് രാജ്യത്തെ ഭരണഘടനയും ക്രിമിനൽ നിയമങ്ങളുമൊന്നും അല്ല. എന്തെങ്കിലും ഒരു കുറ്റം ആരെങ്കിലും ചെയ്താൽ ആ കുറ്റം ചെയ്തവരെ ശരിക്കും ഭരണഘടനയ്ക്കും ക്രിമിനൽ നിയമങ്ങൾക്കും വശപ്പെട്ട് ആ നിലയിൽ ആ കുറ്റത്തിനുള്ള ശിക്ഷ എന്നുള്ളതിന് പകരം ഒരു വിപ്ലവ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വന്നിരുന്നിട്ട് ഒരു കുറ്റം നടന്നാൽ അതിൽ മതപരമായ ഇടപെടലാണ് നല്ലതെന്ന് പറയുമ്പോൾ ആ ഗോവിന്ദൻ എന്ന് പറയുന്നവൻ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യയിലെ ക്രിമിനൽ നിയമങ്ങളും അംഗീകരിക്കുന്നില്ലെന്നും മതപരമായിട്ടുള്ള ഫത്വകളിലാണ് അയാൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് എന്നുള്ള അതിഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അയാളെ നയിക്കുന്നത് എന്താണ്? അയാളെ നയിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയും ക്രിമിനൽ നിയമങ്ങളുമാണോ അതോ മതപരമായിട്ടുള്ള ഫത്വകളാണോ? ഇതാണ് പ്രശ്നം. അതെ, ശ്രീ കെ എം ഷാജഹാൻ, അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ നമുക്കും മനസ്സിലാക്കുന്നത് ആ രീതിയിൽ തന്നെയാണ്. അതായത് രാജ്യത്തൊരു നിയമവ്യവസ്ഥതയുണ്ട്, അതിനല്ല പ്രാധാന്യം നൽകേണ്ടത്. പകരം ഈ സ്വർണ്ണക്കടത്ത് കേസുമായി മത നേതാക്കളൊന്ന് ഇടപെടണം എന്നുള്ള രീതിയിലുള്ള പ്രസ്താവന. അതെ, അപ്പോൾ അതിനകത്ത് രണ്ട് പ്രശ്നമുള്ളത്. ഒന്ന്, സ്വർണ്ണക്കള്ളക്കടത്ത് കൂടുതൽ മുസ്ലിങ്ങളാണ് ചെയ്യുന്നത് എന്നാണല്ലോ ജലീൽ പറഞ്ഞത്. അങ്ങനെ അല്ല എന്ന് ഇയാൾ പറയുന്നു. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് മതപരമായ ഇടപെടൽ ഉണ്ടാവേണ്ടത്? മതപരമായ ഇടപെടൽ ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെ മുസ്ലിങ്ങൾ കൂടുതലായിട്ട് ഇടപെടുന്നു എന്നുള്ള കെ ടി ജലീലിന്റെ വാദം അംഗീകരിക്കുന്നതിന് തുല്യമല്ലേ? അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് കെ ടി ജലീൽ പോലും മതപരമായിട്ടുള്ള ഫത്വ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ അയാൾ ഒരു ഇടതുപക്ഷ സ്വതന്ത്ര MLA ആണെന്ന് പറയാം. പക്ഷേ കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന, കേരളത്തിൽ 8 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ വന്നിട്ട് കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മതപരമായ ഇടപെടലാണ് നല്ലത് എന്ന് പറയുമ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറി പോലും ഇന്ത്യൻ ഭരണഘടനയും ക്രിമിനൽ നിയമങ്ങൾക്കും പകരം മതപണ്ഡിതന്മാരുടെ മതപരമായിട്ടുള്ള ഫത്വയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്നുള്ള അതിഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് ഇതിനകത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ കെ എം ഷാജഹാൻ, MV ഗോവിന്ദന് അദ്ദേഹത്തിന്റെ പരാമർശത്തെക്കുറിച്ച് തികച്ചും ബോധ്യമുണ്ടായിരിക്കുമല്ലോ. പിന്നീട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന നടത്തുന്നത്? അല്ല, ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. അതായത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി മതന്യൂനപക്ഷങ്ങളെ തങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അത് ദയനീയമായി പരാജയപ്പെട്ടു. മുസ്ലിം മതന്യൂനപക്ഷങ്ങൾ മൊത്തം ഈ ഗവൺമെന്റിനെതിരായി കഴിഞ്ഞപ്പോൾ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന കളി എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ സമുദായങ്ങളെ പച്ചയായ വർഗീയത പറഞ്ഞ് തങ്ങളുടെ കഷത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പം നടത്തുന്നത്. അതുകൊണ്ടാണ് ഈ BJPയും സംഘപരിവാരങ്ങളും പറയുന്ന വാദമാണ് ഇന്നലെ കെ ടി ജലീലിനെ കൊണ്ട് പറയിപ്പിച്ചത്. മലപ്പുറം ജില്ല മുസ്ലിം നാമധാരികളാണ് കള്ളക്കടത്തിലും ഹവാലയിലും ഇടപെടുന്നതെന്നുള്ളത് BJPയുടെയും സംഘപരിവാരങ്ങളുടെയും വാദഗതിയാണ്. ആ വാദഗതിയാണ് ഇന്നലെ ജലീലിനെ കൊണ്ട് പറയിപ്പിച്ചത്. ഇന്നും ഏതാണ്ട് അതിന് തത്തുല്യമായിട്ടുള്ള നിലപാടാണ് എടുക്കുന്നത്. അപ്പം മുസ്ലിങ്ങളുടെ വോട്ട് പോയാൽ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടണം. തനി പച്ചയായ വർഗീയത. മനസ്സിലായില്ലേ? മതേതരത്വത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഈ പാർട്ടി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് പച്ചയായ വർഗീയത. കുറച്ച് നാള് മുസ്ലിം പ്രീണനം നടത്തി നോക്കി, പക്ഷേ ഇപ്പൊ മുസ്ലിങ്ങളുടെ വോട്ട് മുഴുവൻ പോയി. എന്നാൽ ഹിന്ദുക്കളെ പ്രീണിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട്
ഹിന്ദു പാർട്ടിയായി നിൽക്കുന്ന BJP പോലും പറയാത്ത വാദങ്ങൾ മലപ്പുറത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് BJP-ക്കാരന്റെയും കുറെ ഭൂരിപക്ഷ ഹിന്ദുക്കളുടെയും വോട്ട് കിട്ടുമെന്നാണ് ഇപ്പൊ നോക്കുന്നത്. അത്രയ്ക്ക് അധപ്പതിച്ചു കഴിഞ്ഞു ഈ പാർട്ടി. ഈ പാർട്ടി ശരിക്കും വർഗാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കേണ്ട ഒരു പാർട്ടിയാണ്. ജനങ്ങളെ വർഗത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കേണ്ട ഒരു പാർട്ടി ഏറ്റവും തരംതാണ വർഗീയ പ്രീണന നയമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആത്യന്തികമായി സംഭവിക്കാൻ പോകുന്നത് മുസ്ലിം മതന്യൂനപക്ഷങ്ങളുടെ വോട്ടും കിട്ടില്ല, ഭൂരിപക്ഷ ഹിന്ദുക്കളുടെ വോട്ടും കിട്ടില്ല എന്നുള്ള നിലയിലേക്ക്, അക്ഷത്തിൽ നിന്നും പോയി ഉത്തരത്തിൽ നിന്നും കിട്ടിയില്ല എന്നുള്ളൊരു നിലയിലേക്ക് ഈ പാർട്ടി അധപ്പതിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്ന് ആത്യന്തികമായി ഉണ്ടാകാൻ പോകുന്ന കാര്യം.